എറണാകുളം കിഴക്കമ്പലത്തെ ലയൺസ് ജംഗിൾ പാർക്ക് വിവാദത്തിൽ പ്രതികരിച്ച് ലയൺസ് ക്ലബ് ഭാരവാഹികൾ. പാർക്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ക്ലബിന് ബന്ധമില്ല. പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പാർക്ക് നിർമ്മിച്ചത്. പാർക്കിന്റെ നടത്തിപ്പ് ചുമതല 2 പേർക്കാണെന്നും ലൈസൻസ് ഉണ്ടെന്നാണ് വിശ്വാസമെന്നും ലയൺസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് അല്ല, പഴങ്ങനാട് ലയൺസ് ക്ലബ്ബ് അല്ല നടത്തുന്നത്. എല്ലാ വർഷവും എൻവയറമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലയൺസ് ക്ലബ്ബ് ഒത്തിരി പ്രകൃതിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നിലവിൽ 2 ലയൺസ് ക്ലബ്ബിൽ തന്നെയുള്ള 2 മെമ്പർമാരാണ് നിലവിൽ നടത്തുന്നത്. സ്റ്റാർട്ടിങ് സമയത്ത് അതിൻ്റെ എല്ലാവിധ പേപ്പറുകളും നേടിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അതായത് ഞങ്ങൾ എന്ത് പ്രൊജക്റ്റ് ചെയ്താലും ആ പ്രൊജക്റ്റിനോടനുബന്ധിച്ച് അതിൻ്റെ ലോഗോ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് പണിതാലും അവിടെ ഞങ്ങൾ ആ ലയൺസിൻ്റെ ലോഗോ പ്രദർശിപ്പിക്കാറുണ്ട്. റാംഷാ CP കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, ഇതിപ്പോൾ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ പാർക്കുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഈ ലയൺസ് ക്ലബ് ഭാരവാഹികൾ, അല്ലേ? എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നുണ്ട്. 2020-ക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് കിഴക്കമ്പലത്ത് ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട് പഞ്ചായത്തിന്റെ അധ്യക്ഷതയിൽ. തീർച്ചയായും ആര്യ, ലയൺസ് ക്ലബിന്റെ പേരിൽ വെച്ചുകൊണ്ടാണ് ഈ പാർക്ക് അവിടെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളെ നമ്മൾ നേരിട്ട് കണ്ടത്. ഇന്ന് രാവിലെ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് തമ്പി എന്നയാളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നത് ലയൺസ് ക്ലബ്ബ് ആശുപത്രികളിലെല്ലാം ചില ഉപകരണങ്ങളൊക്കെ നൽകാറുണ്ട്. അതുപോലെ ചില ഉപകരണങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ സ്പോൺസർ ചെയ്യുകയും ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും മാത്രമാണ് ലയൺസ് ക്ലബ്ബ് ചെയ്തത്. ഇത് നടത്തിപ്പ് 2 വ്യക്തികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 വ്യക്തികളാണ് ഇത് നടത്തുന്നത്. സ്ഥലത്തിന്റെ ഉടമയും അതോടൊപ്പം തന്നെ ജോയി എന്ന് പറയുന്ന ഒരാളും ചേർന്നാണ് ഈ പാർക്ക് നടത്തിപ്പ് എന്നതാണ്. അതിലെ ധനകാര്യ കാര്യങ്ങളിലോ അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ലയൺസ് ക്ലബിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഈ ലയൺസ് ക്ലബ് ഭാരവാഹികൾ ഇന്ന് നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു പാർക്ക് ആരംഭിക്കുന്നു, അവിടെ കുട്ടികൾക്ക് കളിക്കാനും വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുമുള്ള സൗകര്യമൊരുക്കുന്നു, വ്യായാമം ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പൺ ജിംനേഷ്യം ഒരുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലയൺസ് ക്ലബിന്റെ പേരിൽ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചതെന്നും അങ്ങനെ ഒരു ഓപ്പൺ ജിം നടത്തുന്നതിന്, ഒരു വിശ്രമത്തിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് ലൈസൻസിന്റെ ആവശ്യമില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറഞ്ഞു എന്നുമാണ്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് ആ പാർക്ക് ആരംഭിച്ചപ്പോൾ പിന്നീട് ഫീസ് വെച്ചുകൊണ്ടുള്ള എൻട്രി ഉൾപ്പെടെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം നടന്നിട്ടും പഞ്ചായത്ത് അധികൃതർ ഇതിൽ നടപടി എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം, ഒരു പ്രത്യേക യോഗം ഇന്ന് 3:30-ക്ക് ചേരുന്നുണ്ട്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് നിലപാടെടുക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ കാര്യത്തിൽ ലയൺസ് ക്ലബ്ബ് അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന നിലയിൽ എടുക്കുന്നില്ല. ലയൺസ് ക്ലബിന്റെ ലോഗോ ഉൾപ്പെടെ പതിച്ചാണ് ഈ പാർക്കിന്റെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അത് തങ്ങൾ സ്പോൺസർ ചെയ്ത ഏതൊരു സ്ഥലത്തും നമ്മൾ സ്ഥാപിക്കുന്നത് പോലെയുള്ള ഒരു ലോഗോ പ്രദർശനം മാത്രമാണ് എന്നാണ് ലയൺസ് ക്ലബ് ഭാരവാഹികൾ പറയുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുമുള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന നിലയ്ക്കാണ് ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ ഇന്ന് നമ്മളോട് പ്രതികരിച്ചത്. ആര്യ. റാംഷാ CP ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.